ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിന്റെ റീകോൾ ടീസർ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം? നമ്മുടെ മലയാളത്തിൽ അത്രയും ഹിറ്റായ ഒരു പടമാണ്. ഫസ്റ്റ് പാർട്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ ആഘോഷിച്ച പടമായിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ട് OTT-ൽ വന്നിട്ട് പാൻ ഇന്ത്യ ലെവലിൽ എല്ലാവരും കണ്ട സിനിമയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ദൃശ്യം 2. കന്നഡ റീമേക്ക് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അജയ് ദേവ്ഗൺ, അക്ഷയ് ഖന്ന, തബു ആൻഡ് ശ്രീ അശോകൻ, ഈ 4 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സിൽ ഈ ദൃശ്യം 2-ലുള്ളത്. അത് ഇപ്രാവശ്യം അക്ഷയ് ഖന്ന വരുമ്പോൾ തന്നെ കുറച്ച് വെറൈറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളെ മുരളി ഗോപി ചേട്ടൻ ചെയ്ത ആ റോൾ ആയിരിക്കാം അക്ഷയ് ഖന്ന ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കറിയാം ഹിന്ദിയിൽ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ് ശരിക്കും അക്ഷയ് ഖന്ന. ദൃശ്യം 2-ന്റെ ട്രെയിലർ നമുക്ക് റിയാക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും കാണാം എങ്ങനെയുണ്ട്. നമുക്ക് കഥയും എല്ലാ സംഭവങ്ങളും അറിയാം, പക്ഷെ എന്നാലും നമുക്കൊരു ആവേശം ഉണ്ടാവും കാണാൻ വേണ്ടിട്ട്. അതിന്റെ കന്നഡ വേർഷൻ ഹിറ്റ് ആയിരുന്നു. കാണാം. ആ സീൻ എങ്കിലേ ഓ ഇതല്ലേ. ഓ Wow. October 2. അയ്യോ, എല്ലാം സ്ട്രോങ് ആണ്. അല്ല അതുപോലെ കാണിച്ചിട്ടുണ്ടോ? അഭിഷേക് DSP നമ്പർ വേറെ ലെവൽ. എന്തൊരു റിയലിസ്റ്റിക് ആണ്. നമ്മൾ പറയില്ല മലയാളം നമ്മളുടെ ആ ഒരു ഒറിജിനൽ വേർഷൻ കാണുന്ന അതേ ഇമ്പാക്ട്. അതായത് ഓവർ മസാല ഒന്നും ചേർക്കാണ്ടാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കണ്ട പടമാണ്, പക്ഷെ എന്നാലും ആ ട്രെയിലറിൽ നമുക്ക് കുറച്ചും കൂടി കണ്ട് നോക്കി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിട്ട് ചെയ്തതുകൊണ്ടാണ്. നന്നായിട്ട് അതിനകത്ത് പെർഫെക്റ്റ്. ഹിന്ദിയിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. എല്ലാവരുടെയും കാസ്റ്റിംഗ് വേറെ ലെവലാണ്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ എടുത്ത് പോയാല് ചിലപ്പോ അത്ര നന്നാവില്ല, ചിലത് മാത്രം. ഇപ്പം നമ്മളെ കബീർ സിംഗ് പോലത്തെ പടങ്ങളൊക്കെ നന്നായിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയ് ഖന്ന ഈ ഒരു ക്യാരക്ടറാണ്, പുതിയതായിട്ട് വരുന്ന ക്യാരക്ടർ. ചില സീനിലൊക്കെ നമ്മൾ പറയില്ലേ ഒരു ഭയങ്കര ഒരു ഹോണ്ട് ഫീല് വരുന്നുണ്ട് കാണുന്ന സമയത്ത്. ഇപ്പൊ പ്രത്യേകിച്ച് ആ ഒരു കുഴിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സീനില്ലേ, അത് കണ്ടപ്പോ ചെറിയൊരു ഹോളിവുഡിലൊരു സീൻ പോലെ തോന്നിയില്ല. നല്ല ലൈറ്റ് ഷെയ്ഡിങ്ങും ഷെയ്ഡിങ് സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് റോള് പെർഫെക്റ്റ് ആണ്. അക്ഷയ് ഖന്നയുടെ റോള് വേറെ ഒന്നുമില്ല പറയാൻ. പിന്നെ ആണെങ്കിൽ നല്ല പെർഫോമൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം കുറെ ആയി നമ്മൾ കണ്ടിട്ട്. കാരണം സെക്കൻഡ് പാർട്ടിന് ഇപ്പൊ കണ്ടപ്പോ എനിക്ക് കുറച്ചും കൂടി തോന്നിയത് ഒരു ഹൊറർ പടത്തിന്റെ ഒക്കെ ട്രെയിലർ പോലെ തോന്നി അല്ലേ. അതായത് എന്താ പറയാ, ഇതിലൊരു ത്രില്ല് ഉണ്ടെങ്കിലും അതിൽ ചെറുതായിട്ട് എവിടേക്കോ നമ്മളൊന്ന് പേടിപ്പിക്കുന്ന രീതിയിലാണ് ഷോർട്സുകൾ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഡാർക്ക് മൂഡ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. അജയ് ദേവ്ഗൺ സാറിന്റെ ഫേസിൽ എക്സ്പ്രഷൻ അല്ല, കണ്ണ്, ആ ഒരു കണ്ണാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാലേട്ടന്റെ കണ്ണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് പോലെ തന്നെയായിരുന്നു
ഇതിനകത്ത് അത് വേറെ ലെവൽ. നമ്മൾ പറയില്ലേ, ശരിക്കും എനിക്കൊരു ട്രെയിലർ കണ്ട രീതിയല്ല ഇത് തോന്നിയത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ പറയില്ല, നമ്മുടെ മുന്നിൽ ഒരു ലൈഫ് ഇങ്ങനെ കുറെ സിറ്റുവേഷൻ കാണിച്ചിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആരും അങ്ങനെ നമുക്ക് തോന്നിയില്ല ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചെയ്തു അങ്ങനെ. കാരണം വെച്ചാൽ എല്ലാവരെയും ആ ഒരു കറക്റ്റ് ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള അഭിനയമാണ്. ഇപ്പം ശ്രേയ ശരന്റെ ആയാലും ഒരു സ്ഥലത്ത് മാത്രമേ കാണിച്ചുവെങ്കിലും അതിലും ഒരു പെർഫെക്ഷൻ ഉണ്ട്. അതായത് ഒരു ഹൗസ് വൈഫ്, ഒരു നോർമൽ ഹൗസ് വൈഫ് എന്താണ് ആ സമയത്ത് ബിഹേവ് ചെയ്യുക, ആ ഒരു രീതിയാണ്. അതായത് ഫേസിലെ ആ ഒരു പേടി, ഒരു ടെൻഷൻ സംഭവങ്ങളൊക്കെ വല്ലാണ്ട്. ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടതായിരുന്നു, അതായത് ദൃശ്യം 1 ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഡയറക്ടർ നിഷികാന്ത് കമ്മത്ത് ആയിരുന്നു. നമ്മളെ വിട്ടു പോയി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു ഡയറക്ടർ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ആരാണ്? അഭിഷേക് പത്തക് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പക്ഷെ ആ ഒരു മാറ്റമൊന്നും അങ്ങനെ കാണാനില്ല. കാരണം ഏകദേശം ആ ഒരു നീതി പുലർത്തിയിട്ട് തന്നെയാണ് ഇതിന്റെ ട്രെയിലർ പ്രോമിസിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും DSP ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണിച്ചതിന്റെ അടുത്ത് നല്ലൊരു അല്ലെ, കാണുമ്പോൾ ഒരു സുഖമുണ്ട്. ആ ഒരു എന്താ പറയാ, ത്രില്ലറിന് വേണ്ടിയിട്ടുള്ള ഒരു BGM കറക്റ്റ് എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിന്റെ കാര്യം പറയാനുള്ളത്, കുറച്ചും കൂടി പുള്ളിങ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മലയാളം എന്ന് പറയുന്നത് നമുക്കറിയാം OTT-യിലാണ് വന്നത്. അപ്പൊ OTT-യിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഹിന്ദി മൂവി ഇറങ്ങാൻ പോകുന്ന ഡയറക്റ്റ് തിയേറ്ററിലാണ്. അപ്പൊ അതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. കാരണം അത് OTT-യിൽ കാണുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും മൂവി എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അപ്പോഴേ ആ ഒരു നമ്മളെ ഒരു ആരവവും ആ ഒരു വലിയ സ്ക്രീനും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഒരു രസമുള്ളത്. അതെ, അപ്പൊ എന്തായാലും ദൃശ്യം 1 ഹിന്ദിനേക്കാൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ദൃശ്യം 2 ഹിന്ദി. കാരണം ഇത് തന്നെ, അതായത് നമ്മളിപ്പോ എല്ലാവരും പോയി കാണാൻ നോക്കും ഇത് എങ്ങനെയാണ് എന്നുള്ള അറിയാൻ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഷുവർ ആയിട്ടും. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് അളക്കാനും കൂടി പോകും എല്ലാവരും. ഡെഫിനറ്റ്ലി. കാരണം നമുക്കറിയാം ഇവരുടെയൊക്കെ ഒന്നും പെർഫോമൻസ് നമ്മൾ ഒരിക്കലും അളക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ അറിയില്ലേ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്ക്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി ഒറിജിനൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും എല്ലാവരും അളക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും ഇവരുടെ ഒന്നും റേഞ്ച് അളക്കാൻ പറ്റില്ല. നമ്മൾ നോക്കും എല്ലാ ചേരുവകളും ഇതിനകത്ത് പെർഫെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ എന്താ തോന്നി എന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.